നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവം 16 മുതൽ 27 വരെ നടക്കും. ശനിയാഴ്ച വൈകിട്ട് 4-ന് കരകൂടലോടെയാണ് വൃശ്ചികോത്സവത്തിന് തുടക്കമാകുന്നത്. മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്യും. നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവം 16-ന് തുടങ്ങി 17-ന് അവസാനിക്കും. കലാസാഹിത്യ സമ്മേളനത്തിൽ നാട്ടിലെ പ്രധാനപ്പെട്ട കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയുമാണ് ഇത്തവണ പങ്കെടുപ്പിക്കുന്നത്. മുൻകാലങ്ങളിൽ പ്രശസ്തമായ ആൾക്കാരാണ് വന്നതിൽ പോലും നമ്മുടെ നാടിൻ്റെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹിത്യകാരന്മാരെയും ആണ് ഇത്തവണത്തെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നത്. അതൊരു പ്രത്യേകത കൂടിയാണ്. നാടിൻ്റെ സാഹിത്യകാരന്മാരെ പങ്കെടുപ്പിക്കുന്നത് അതൊരു പ്രത്യേകത കൂടിയാണ്. മറ്റുള്ള സമ്മേളനങ്ങൾ, കാർഷിക സമ്മേളനം, ഏറ്റവും പ്രധാനം നമ്മുടെ നാട് കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട നിൽക്കുന്ന നാടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം മുതലാണ് ആദ്യമായി കാർഷിക മേഖലയിൽ നിൽക്കുന്ന ഒരു വാർഡിലെ അല്ലെങ്കിൽ ഒരു കരയിലെ ഏറ്റവും മികച്ച കർഷകനെ ആദരിക്കാൻ ഈ വർഷത്തെ ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ സമ്മേളനം എല്ലാ വർഷവും ഉണ്ട്. ഈ വർഷവും അത് നടത്തപ്പെടുന്നുണ്ട്. സമാപന സമ്മേളനത്തിൽ നമ്മുടെ നാട്ടിലെ പ്രഗത്ഭരായ ആളുകളാണ് പങ്കെടുക്കുന്നത്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ KL ബാലഗോപാലാണ്, ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. മുഖ്യ അതിഥിയായി നമ്മുടെ ബഹുമാന്യനായ കൊടിക്കുന്നിൽ സുരേഷ് MP ഉണ്ട്. ആ സമ്മേളനത്തിൽ സിനിമാ മേഖലയിൽ നിൽക്കുന്ന നാടക രംഗത്ത് നിന്നും സിനിമയിലേക്ക് വന്ന പ്രിയപ്പെട്ട പ്രമോദ് പിടിയനാണ് മുഖ്യ അതിഥിയായി എത്തിച്ചേരുന്നത്. നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവത്തിൻ്റെ ഭാഗമായി ഏതാണ്ട് 88 കുടിലുകളോളം അവിടെ സജ്ജമായിരിക്കുകയാണ്. കുടിലിൽ പാർക്കുന്നവർക്ക് നമ്മൾ ഭക്ഷണം ക്ഷേത്രത്തിൽ തന്നെ നൽകുക എന്നുള്ള ഒരു ചടങ്ങാണ് പ്രധാനമായും ആ ക്ഷേത്രത്തിലുള്ളത്. രാവിലത്തെ പ്രഭാത ഭക്ഷണവും ഉച്ചക്കലത്തെ ഭക്ഷണവും വൈകിട്ടുള്ള ഭക്ഷണവും എല്ലാം ക്ഷേത്രത്തിൽ തന്നെ നൽകിക്കൊണ്ട് ക്ഷേത്ര സന്നിധിയിൽ വൃശ്ചികം 1 തൊട്ട് 12 വരെ ഭജനം പാർക്കുന്ന ഭക്തജനങ്ങൾക്ക് യഥേഷ്ടം എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വൃശ്ചിക മഹോത്സവവുമായി ബന്ധപ്പെട്ട് ശബരിമല ഇടത്താവളം എന്ന നിലയിൽ കരുനാഗപ്പള്ളി, ഓച്ചിറ, കായംകുളം എന്നീ KSRTC സ്റ്റാൻഡിൽ നിന്ന് എത്തുന്ന KSRTC ബസ്സുകൾ ക്ഷേത്രത്തിൽ കൂടി കടന്നാണ് പോവുകയും അവിടെ നിന്നും ശബരിമലയ്ക്ക് പോകാൻ വരുന്ന അയ്യപ്പന്മാരെയും കൂടി കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ ക്ഷേത്ര ഭരണസമിതി ഒരുക്കിയിട്ടുണ്ട്. പ്രഗത്ഭരെ ആദരിച്ചുകൊണ്ടുള്ള പരബ്രഹ്മ ചൈതന്യ പുരസ്കാരം ഈ പ്രാവശ്യം നൽകുന്നത് ചാരിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ പ്രഥമ ആളിന് നൽകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാജേഷ് തിരുവല്ല എന്ന മഹത് വ്യക്തിക്ക് പരബ്രഹ്മ ചൈതന്യ പുരസ്കാരം വൃശ്ചികം 1-ന് നടക്കുന്ന സമ്മേളനത്തിൽ നമ്മുടെ ആരാധ്യനായ MLA MS അരുൺകുമാർ നൽകുന്നു. അന്നത്തെ വൃശ്ചിക മഹോത്സവം സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഭക്ഷ്യ വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് കരകൂടലോടെയാണ് വൃശ്ചികോത്സവത്തിന് തുടക്കമാകുന്നത്. 7 മണിക്ക് മന്ത്രി GR അനിൽ വൃശ്ചികോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന കലോത്സവം ആന്റണി MP ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പരബ്രഹ്മ ചൈതന്യ പുരസ്കാരം MS അരുൺകുമാർ MLA മഹാത്മാ ജനസേവന കേന്ദ്രം ചെയർമാൻ രാജേഷ് തിരുവല്ലയ്ക്ക് സമ്മാനിക്കും. 18-ാം തീയതി രാത്രി 7-ന് യുവജന സമ്മേളനം നടക്കും. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്യും. M വിജിൻ MLA മുഖ്യാതിഥിയായി പങ്കെടുക്കും. 20-ാം തീയതി രാത്രി 7 മണിക്ക് കലാസാഹിത്യ സമ്മേളനം PN പ്രമോദ് നാരായണൻ MLA ഉദ്ഘാടനം ചെയ്യും. 22-ാം തീയതി രാവിലെ 10 മണിക്ക് വിദ്യാഭ്യാസ സമ്മേളനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. 25-ാം തീയതി വൈകിട്ട് 5 മണിക്ക് കാർഷിക സമ്മേളനം നടക്കും. കൃഷിമന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. 27-ന് രാത്രി 7 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തും. വൃശ്ചിക മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം, സെക്രട്ടറി K രമേശ്, ട്രഷറർ KR ശശിധരൻപിള്ള, ഭാരവാഹികളായ രജനീസ് ഉണ്ണിത്താൻ, P പ്രമോദ്, K മോഹൻകുമാർ, VS നാണുക്കുട്ടൻ, മോഹനൻ നല്ലവീട്ടിൽ എന്നിവർ പങ്കെടുത്തു.